നമ്മൾ കാണുന്ന ഈ ജീവിതത്തിൽ വിജയിച്ച സക്സസ് പേഴ്സണാലിറ്റികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊക്കെ വ്യത്യസ്തമായ മേഖലയിൽ നിന്നാകാം, വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാകാം, വ്യത്യസ്തമായ ഭാഷയിലുള്ളവരായിരിക്കാം, വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും അതുപോലെ കുടുംബ പശ്ചാത്തലവും ഒക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ അവരിലെല്ലാം കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവരവരുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യില്ല, ഒരിക്കലും ക്വയറ്റ് ആകില്ല, ഒരിക്കലും നിശബ്ദരാകില്ല, ഒരിക്കലും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കില്ല എന്ന ഉറച്ച നിലപാടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, വിജയത്തിന്റെ രഹസ്യമെന്നത് തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് ഒരു നിലക്കും എന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കില്ല എന്ന ഉറച്ച വിശ്വാസവും കൺസിസ്റ്റൻസിയുമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ വീഡിയോയിൽ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ ഇത്തരത്തിലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാം എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് തോമസ് എഡിസന്റെ. ഞാൻ ഈ ബൾബ് കണ്ടെത്താനുള്ള എന്റെ ശ്രമത്തിൽ 1000 തവണ പരാജയപ്പെട്ടു. ബൾബ് കണ്ടെത്താനുള്ള എഡിസന്റെ പരീക്ഷണം 1000 തവണ പരീക്ഷിച്ചിട്ടും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിലൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടു. പരാജയത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ ഇത് കണ്ടെത്താൻ കഴിയില്ല, ഇത് വർക്കൗട്ട് ആകില്ല എന്ന് ഞാൻ 1000 തവണ കണ്ടെത്തി എന്നാണ് അദ്ദേഹം അതിനെ തമാശ രൂപത്തിൽ പറഞ്ഞത്. അതുപോലെ JK റോളിനെ കേൾക്കാത്ത ആളുകൾ ഉണ്ടാകില്ല. ലോകത്ത് ഇത്ര വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു ഓതർ, അതായത് ഹാരി പോട്ടറിന്റെ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അദ്ദേഹത്തെ 12 പബ്ലിഷിംഗ് കമ്പനികൾ, പബ്ലിഷേഴ്സ് അദ്ദേഹത്തെ റിജക്ട് ചെയ്തു. 11 റിജക്ട് ചെയ്തതിന് ശേഷം 12ാമത്തെ കമ്പനിയാണ് അദ്ദേഹത്തിന്റെ ഹാരി പോട്ടർ പുറത്തിറക്കിയത്. അങ്ങനെ ആ 11 തവണയും റിജക്ട് ചെയ്തിരുന്നുവെങ്കിൽ, ആ റിജക്ഷനെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം ക്വയറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, ഗീവ് അപ്പ് ചെയ്തിരുന്നുവെങ്കിൽ, പിന്നീട് ഹാരി പോട്ടർ എന്ന ഇത് അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, ജീവിതം നമ്മളെ പരീക്ഷിക്കും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, റിജക്ഷൻസ് ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ പൊരുതി നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ രൂപീകരിച്ചെടുക്കണം. നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ബ്രെയിനിനൊരു പരിധിയുണ്ട്, നമുക്കിതിലൊക്കെ ഒരു പരിധിയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടാൽ തന്നെ നമുക്കത് നിർത്താനുള്ള, അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു മെസ്സേജാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ലഭിക്കുക. കാരണം നമുക്ക് മാറി ചിന്തിക്കാനോ മറ്റു രീതിയിൽ ചിന്തിക്കാനുള്ള അവസരമില്ല. നമ്മുടെ മൈൻഡ് ഫിക്സഡ് ആണ് എന്ന ഒരു ചിന്ത നമ്മളിലുണ്ട് എങ്കിൽ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. ഒരു പരാജയം സംഭവിച്ചാൽ പോലും വേറെ മാർഗങ്ങൾ നോക്കാൻ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള കഴിവുണ്ട്. എനിക്ക് എൻ്റെ ബ്രെയിനിനെ മാറ്റി ചിന്തിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സക്സസിലേക്ക് പോകാൻ എനിക്ക് കഴിയും. ഈ ഭാഗത്ത് ഞാൻ പരാജയപ്പെട്ടു എങ്കിൽ വേറെ ഒരു മേഖലയിലൂടെ, വേറെ ഒരു വഴിയിലൂടെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സയൻസ് വ്യക്തമാക്കുന്നത് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ കൂടുതൽ റെസിലിയൻസ് ആയിരിക്കും, കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും, അതുപോലെ സക്സസ് ആയിരിക്കും. അവരൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു നല്ല ജീവിതം നയിക്കാൻ പ്രാപ്തരായിരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പലപ്പോഴും ആളുകൾ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് നിർത്തുന്നത് പരാജയ ഭീതി കൊണ്ടാകാം, പരാജയപ്പെട്ടു പോകുമല്ലോ എന്നത് കൊണ്ടാകാം. അല്ല എങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടൊരു റിസൾട്ട് വേണം, അപ്പൊ അത് കിട്ടുന്നില്ല, അപ്പൊ സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ല എങ്കിൽ കമ്പയറിംഗ് ടു അതേഴ്സ്, ഞാൻ ഈ കാര്യം ചെയ്തപ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, പക്ഷെ അവനത് ചെയ്തപ്പോൾ അവനത് ചെയ്യാൻ കഴിയുന്നുണ്ട്, അപ്പൊ അവനെ പോലെയുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും, അപ്പൊ ഞാൻ ഇതിലൊന്നും പരിശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ കമ്പയറിംഗ് വിത്ത് അതേഴ്സ് അത് നമ്മൾ നിർത്തേണ്ട ഒന്നാണ്. സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വിത്ത് പാകുന്നത് പോലെയാണ്, വിത്ത് മുളപ്പിക്കുന്നത് പോലെയാണ്. നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടാൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചത് കൊണ്ട് അത് പെട്ടെന്നൊരു വലിയ മരമായി മാറില്ല. നിരന്തരമായി അതിനെ പരിപാലിക്കുമ്പോഴാണ്. എന്നതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രവർത്തനം തുടങ്ങി എന്നതുകൊണ്ട് അപ്പോൾ തന്നെ വിജയിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് നിരന്തരമായി അതിനെ പരിപാലിച്ച് അതിനാവശ്യമായിട്ടുള്ള വളം നൽകി, വെള്ളം നൽകി, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സീഡ്, ഒരു വലിയ
മരമായി മാറുന്നത് പോലെ നമ്മൾ നിക്ഷേപിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ അതിനെ പരിപാലിക്കുമ്പോൾ അതൊരു സക്സസിലേക്ക്, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ഗോളിലേക്ക് എത്താൻ കഴിയും. ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വളരെ സ്മാർട്ടായി കൊണ്ട് മുന്നോട്ട് പോകണം. ഒരു നല്ല വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടി ഒരു ഗോൾ നിശ്ചയിക്കുകയും അതിനെ ചെറിയ ചെറിയ പീസുകളായി ബ്രേക്ക് ചെയ്യുകയും എന്നിട്ട് ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങാൻ ശ്രമിക്കുക. നമ്മൾ വലിയ രീതിയിൽ തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് ചെറിയ രീതിയിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ചെറുതിൽ നിന്ന് ഡെയിലി നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്ന നമ്മുടെ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ അത് നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും. അതുപോലെ നമ്മൾ പ്രോഗ്രസ് ചെക്ക് ചെയ്യുക. പ്രോഗ്രസ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യം പൂർത്തീകരിക്കുമ്പോഴും ആ പ്രോഗ്രസ് ചെക്ക് ചെയ്യുന്നത്, അതിനെ മോണിറ്റർ ചെയ്യുന്നത് നമ്മളിൽ ഒരു 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 വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വൈ നമ്മൾ കണ്ടെത്തുക. എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം? ഒരു ശക്തമായിട്ടുള്ള വൈ, ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും മോട്ടിവേഷൻ തകർന്നു പോകുന്ന, പ്രചോദിതമല്ലാത്ത ഒരു സമയത്ത് ഈ വൈ നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കും. അതിനെക്കുറിച്ച് ഓർക്കുകയും എന്തുകൊണ്ട് ഞാൻ ഈ കാര്യം ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും. നമ്മുടെ മോട്ടിവേഷൻ ലൂസായി പോകുന്ന സമയത്ത് നമ്മളെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കി നിർത്താൻ ഈ വൈ നമ്മൾ കണ്ടെത്തിയാൽ, അതിനെ നമ്മൾ ചിന്തിച്ചാൽ കൃത്യമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഒരു വൈ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും, കൂടുതൽ മോട്ടിവേറ്റഡ് ആയി നിൽക്കാൻ കഴിയും. അതുപോലെ നമുക്ക് സറൗണ്ട് വിത്ത് ഫൈറ്റേഴ്സ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന് സഹായിക്കുന്ന, നമ്മുടെ ഗോളിലേക്ക് നമ്മളെ എത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമ്മളിൽ ഉണ്ടാക്കുക. നമ്മുടെ കൂട്ടുകെട്ടും സറൗണ്ടിങ്ങും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളും വസ്തുക്കളും എല്ലാം നമ്മുടെ മുന്നോട്ട് പോക്കിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗോളുമായി ബന്ധപ്പെട്ട് അതിനെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മൾ എങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ കാര്യങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, ഒരു ഗോള് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവിടെ പ്രവർത്തിച്ചു തുടങ്ങുക. പിന്നീട് അവിടെ ക്വയറ്റ് ചെയ്യാൻ, നിശബ്ദമാകാൻ, അതിൽ നിന്ന് പിന്മാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്ത് തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഗോളിനെ ലക്ഷ്യം പ്രാപിക്കുന്നത് വരെ ഞാൻ ഇതിൽ നിന്ന് ക്വയറ്റ് ചെയ്യില്ല, ഇതിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും കൺസിസ്റ്റന്റ് ആയി മുന്നോട്ട് പോവുകയും ചെയ്താൽ നമ്മുടെ ലൈഫിൽ മാറ്റമുണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഒരിക്കലും പിന്മാറില്ല. എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഞാൻ എൻ്റെ വിജയ ലക്ഷ്യത്തിലെത്തിയിരിക്കും എന്ന രീതിയിൽ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. മറ്റൊരു ഇതുപോലെ ലൈഫ് ചേഞ്ചിങ് വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.